എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പരാതികളും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ല. അതായത് പ്രേക്ഷകരുടെ വിധി അറിയാൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വമാണ് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ വിധി എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ടുള്ളൊരു എന്താ പറയാ മനസ്സെനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കരച്ചിലും അതും അങ്ങനെ പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അല്ല, അങ്ങനെയല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ അതിലേറ്റവും അതിന്റെ പോസിബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടിയിരുന്നത്. അതെ അതെ. ഇപ്പൊ അങ്ങനെ ചിന്തിച്ച് തെറ്റായിപ്പോ തോന്നുന്നുണ്ടോ? തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഈ ആഴ്ച അല്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പുറത്തു വരുമ്പോഴും ഇതേ അവസ്ഥ വന്നല്ലോ. ചിലപ്പോൾ ഗതികൾ മാറാം. ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? മനസ്സിലായി. അല്ല, തെറ്റായി എന്നല്ല, ചിലപ്പോ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെയുണ്ട് ബിഗ് ബോസ് സ്പീഡ്? അടിപൊളിയായിരുന്നു. എനിക്ക് അല്ല, നിങ്ങൾ ഗെയിമൊക്കെ കാണുന്ന ആളാണ്, അല്ലെങ്കിൽ ഗെയിമല്ല ഷോ ഒക്കെ കാണുന്ന ആളാണ്. നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു വീടാണോ? ഒരിക്കലും അല്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ വളരെ ചില്ലായിട്ട് നിന്ന് അടിച്ചു പൊളിച്ച് വരും എന്നുള്ളൊരു മൈൻഡിലാണ് ഇതിൽ എൻട്രി ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ അതിന്റെ പ്രഷർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് ആളുകൾ കാണുന്ന പോലെയല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരു സാധനമേ അല്ല ഇതിന്റെ അകത്ത് നടക്കുന്നത്. അത്രയും മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ പ്രഷറിൽ നിന്നുകൊണ്ട് ഫൈനൽ വരെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നെ കുറിച്ച്. ഇതൊരു എക്സ്പ്ലോറേഷൻ ജേർണി കൂടിയായിരുന്നു എനിക്ക്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല ആളുകളെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. പ്രത്യേകിച്ച് ജാസ്മിനെ എൻ്റെ ജീവിതത്തിൽ ഒരു സുഹൃത്തായിട്ട് കിട്ടി. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റി. മലയാളികളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇതുപോലൊരു ഷോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല, ബായ് പറയാൻ വേണ്ടി വന്നതാണ്. ഓരോരുത്തരോടും ഒരുപാട് സ്നേഹം മാത്രം. ജേർണി ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ജേർണി ഞാൻ കണ്ടു. അപ്പോൾ ഇറ്റ്സ് എ വെരി ഹാപ്പനിങ് ജേർണി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. സിജോ പറഞ്ഞ പോലെ തന്നെ നടന്നു. അപ്സര, ശ്രീതു, അർജുൻ, റസ്മിൻ, നോറ, അഭിഷേക്, എല്ലാവരും, ജിൻഡോ ചേട്ടാ, ഋഷി, അൻസിബ, ശരണ ചേച്ചി, ശ്രീരേഖ ചേച്ചി, നന്ദന, സായി, എല്ലാവരോടും, രതീഷേട്ടാ, എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചവർ നിങ്ങളാണ്. എന്നെ കുറേ കാര്യങ്ങളിൽ എൻ്റെ കൂടെ നിന്നവരും എന്നെ ഹെൽപ്പ് ചെയ്തവരും എല്ലാവരും നിങ്ങൾ തന്നെയാണ്. ഈ ഒരു 56-55 ദിവസങ്ങൾ ഇവിടെ നിന്ന സമയത്തൊക്കെ എൻ്റെ ജേർണിയിലെ ഏറ്റവും വലിയ ഭാഗങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. സങ്കടപ്പെട്ടിരുന്ന സമയത്ത് തോളത്ത് കൈവച്ചതിനും, വിശന്നിരുന്ന് മാറിയിരുന്നപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചതിനും, സന്തോഷത്തിൽ എൻ്റെ കൈ പിടിച്ച് എൻ്റെ ഒപ്പം ചിരിച്ചതിനും, പാട്ട് പാടിയതിനും, നൃത്തം ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. നമ്മളെല്ലാവരും പുറത്തു വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് കാണാം. ഞാൻ എൻ്റെ ഗെയിം അവിടെ വിട്ടു. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എന്താ പറയാ എല്ലാം ആ വീടിന്റെ പടി കടന്ന സമയത്ത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന്